السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ഇരുളിനെ വെളിച്ചമാക്കിയ ഒരാൾ. എവറസ്റ്റ് അടക്കം താൻ കീഴടക്കിയ പർവ്വതങ്ങൾ എറിക് വെയ്ൻമെയർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഗുസ്തി മത്സരത്തിൽ താൻ തോൽപ്പിച്ച എതിരാളികളെയും എറിക് കണ്ടിരുന്നില്ല. താൻ തുഴയെറിഞ്ഞ് കീഴ്പ്പെടുത്തിയ നദിയുടെ ജലസ്പർശനമല്ലാതെ നദിയും കണ്ടിട്ടില്ല. ക്ലാസ്സിൽ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ മുഖം ഒരിക്കലും ഈ അധ്യാപകൻ ദർശിച്ചിട്ടില്ല. ഒരാൾക്ക് ചരിത്രം സൃഷ്ടിക്കാൻ അന്ധത ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയായിരുന്നു എറിക് വെയ്ൻമെയർ തൻ്റെ ജീവിതത്തിലൂടെ. വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം, പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ആവശ്യമായതിലും എത്രയോ അധികം ശക്തി നിങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നോ ബാരിയേഴ്സ് മൈൻഡ് സെറ്റ് എന്ന വാക്യത്തെ തൻ്റെ ജീവിത മുദ്രാവാക്യമായി സ്വീകരിച്ച എറിക് പറയുന്നു, ഇന്ന് എറിക് വെയ്ൻമെയർ എന്ന പേര് തന്നെ ഒരു ജീവിത വീക്ഷണത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പ്രതിരൂപമാണ്. എറിക്കിൻ്റെ വാക്കുകൾക്കായി ലോകം കാതോർത്തിരിക്കുന്നു. ലണ്ടൻ, മോസ്കോ, ബെർലിൻ, ഹോങ്കോങ്, ബീജിംഗ്, അബുദാബി തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിലെ മുൻനിര കമ്പനികളിൽ എറിക് പ്രചോദനാത്മക പരിശീലകനാണ്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, പെപ്സി തുടങ്ങിയ അവകളിൽ ഉൾപ്പെടുന്നു. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ്റെ ഉന്നതതല സമ്മേളനത്തിലടക്കമുള്ള പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും എറിക്കിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സന്ദർഭങ്ങളിലൊന്നും തനിക്ക് കാഴ്ചയില്ല എന്ന ചിന്ത എറിക്കിനെ അല്പം പോലും ബാധിച്ചിട്ടില്ല. മറിച്ച് കാഴ്ചയില്ലായ്മയാണ് തൻ്റെ വെളിച്ചമെന്ന് അയാൾ വിശ്വസിച്ചു. 1968 സെപ്റ്റംബർ 23 അമേരിക്കയിലെ പ്രിൻസ്റ്റണിലായിരുന്നു എറിക്കിൻ്റെ ജനനം. ജനിച്ച് 1.5 വയസ്സായപ്പോഴേക്കും കാഴ്ചയ്ക്ക് ചെറിയ ചില തകരാറുകൾ ഉള്ളതായി രക്ഷകർത്താക്കൾക്ക് തോന്നി. വിശദമായ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ എറിക്കിന് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. നിലവിൽ ഒരു ചികിത്സ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്തതായിരുന്നു എറിക്കിൻ്റെ നേത്രരോഗം. 13-ാം വയസ്സിൽ എറിക്കിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ലക്ഷ്യബോധത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും എക്കാലത്തെയും പര്യായമായി മാറുകയായിരുന്നു പിൽക്കാലത്ത് എറിക് വെയ്ൻമെയർ. അന്ധനാണ് എന്ന കാരണം കൊണ്ട് താൻ ഒരിക്കലും സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടരുതെന്ന് എറിക്കിന് നിർബന്ധമായിരുന്നു. സഹതാപമല്ല, സഹവർത്തിത്വമാണ് ഭിന്നശേഷിയുള്ളവർക്ക് ആവശ്യമെന്നും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം തനിക്കുണ്ട് എന്നുമുള്ള ദൃഢവിശ്വാസമാണ് അവരെ നയിക്കേണ്ടതെന്നും എറിക് വിശ്വസിച്ചു. ഗുസ്തിയോട് കുട്ടിക്കാലം മുതലേ താല്പര്യമുണ്ടായിരുന്ന എറിക് ബിരുദം നേടിയ ശേഷം കുറേ കാലം അധ്യാപകനായും കോച്ചായും സേവനമനുഷ്ഠിച്ചു. കുട്ടിക്കാലത്തെ സാഹസിക പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുണ്ടായിരുന്ന എറിക് ക്രമേണ പർവ്വതാരോഹണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതത്ര എളുപ്പമായിരുന്നില്ല. പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതലും. പക്ഷേ തൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതിൽ നിന്ന് പിന്മാറാൻ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എല്ലാവരും ക്യാമ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ക്ലബിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു, എറിക് പറയുന്നു. പിന്നീട് പരിശീലനത്തിൻ്റെ നാളുകളായിരുന്നു. പാറക്കെട്ടുകളിലും മഞ്ഞുമലകളിലും മലയിടുക്കുകളിലും പതറാത്ത മനസ്സുമായി എറിക് ചുവടുറപ്പിച്ചു കയറി. കൊച്ചു കൊച്ചു കുന്നുകളും മലകളും കയറിക്കൊണ്ടിരുന്നു. തുടക്കം ഒപ്പമുള്ളവർ വഴികാട്ടികളായി. 2005 അലാസ്കയിലെ ദെനാലി പർവ്വതം കീഴടക്കിയതോടെയായിരുന്നു എറിക്കിനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. 7
ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളുടെ നെറുകയിലെത്തി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു എറിക്കിൻ്റെ ലക്ഷ്യം. 2001 മെയ് 25-ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ നെറുകയിലെത്തി എറിക്ക് ലക്ഷ്യം സാക്ഷാത്കരിച്ചു. ഇടയ്ക്ക് അപകടങ്ങൾ, തടസ്സങ്ങൾ, മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ എല്ലാം എറിക്കിൻ്റെ ഉറച്ച ലക്ഷ്യത്തിൻ്റെ മുന്നിൽ വഴിമാറിക്കൊണ്ടിരുന്നു. അവസരങ്ങൾക്ക് അതിരുകളില്ല എന്ന് വിശ്വസിച്ചിരുന്ന എറിക്കിൻ്റെ സാഹസികത അവിടെയും നിന്നില്ല. 2014 സെപ്റ്റംബറിൽ സഹപ്രവർത്തകരോടൊപ്പം ലോകത്തിലെ ഏറ്റവും ദുർഘടമായ നദികളിലൊന്നായ ഗ്രാൻഡ് കനിയയിലൂടെ 277 മൈൽ തോണിയിൽ സഞ്ചരിച്ചു എറിക് വീണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ചു. കൂടാതെ ബൈക്ക് റേസിലും, അത്ലറ്റിക്സിലും, സ്കൈ ഡ്രൈവിംഗിലും, ഹിമപാളികൾക്ക് മുകളിലൂടെ നടക്കുന്ന സ്കേറ്റിംഗും എറിക് ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മൊറോക്കോയിലെ പർവ്വതങ്ങളിലൂടെയും മരുഭൂമികളിലൂടെയും സാഹസികമായ ഒരു മാസം യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തിച്ചേർന്ന എക്സിപെഡിഷൻ ഇംപോസിബിൾ എന്ന ABC-യുടെ റിയാലിറ്റി ഷോയിൽ എറിക്കിൻ്റെ ടീം 2ാം സ്ഥാനം നേടിയത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. ഹെലൻ കെല്ലർ അവാർഡ്, നിക്സ് കേസി മാർട്ടിൻ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളാണ് എറിക്കിനെ തേടിയെത്തിയിട്ടുള്ളത്. ടൈംസ് ഔട്ട്സൈഡ് തുടങ്ങിയ മാസികകളിൽ കവർ സ്റ്റോറിയിലാണ് എറിക്കിൻ്റെ കഥ പ്രസിദ്ധീകരിച്ചത്. 2017-ൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ ലോകത്തുണ്ടായ ഏറ്റവും മികച്ച സാഹസിക വ്യക്തിത്വങ്ങളിൽ ഒരാളായി എറിക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നതിനുള്ള നോ ബാരിയേഴ്സ് എന്ന സംഘടനയുടെ അമരക്കാരൻ കൂടിയാണ് എറിക് വെയിൻമെയർ. വെല്ലുവിളികൾക്ക് മുന്നിൽ അമ്പരന്നു നിൽക്കുകയല്ല വേണ്ടത്, അതിനെ പ്രശ്നപരിഹാരത്തിനും മുന്നോട്ടു പോക്കിനുമുള്ള പുതിയൊരവസരമായി കാണാൻ പരിശീലിക്കണം, എറിക് പറയുന്നു. മുന്നിൽ കനത്ത വെല്ലുവിളികൾ ഉയരുമ്പോൾ അത് കണ്ട് ഭയന്ന് പിന്മാറുന്നവർക്ക് മുന്നിൽ അവയൊന്നും കാണാൻ കഴിയാതെ തന്നെ ഏറ്റെടുത്തു പൊരുതിക്കയറി വിജയശ്രീലാളിതരാകുന്ന എറിക്കിനെ പോലെയുള്ളവർ ലോകത്തിന് പകർന്നു തരുന്ന പാഠം ചെറുതല്ല. അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് പുറം ലോകത്തെ പ്രകാശമാക്കുന്ന ഇവർ ലോകത്തിൻ്റെ മുതൽക്കൂട്ടാണ്. എറിക്കിനെ പോലെയുള്ളവരുടെ ജീവിതത്തിൻ്റെ വിജയഗാഥകൾ അറിയുമ്പോഴാണ് ഭിന്നശേഷിയുടെ അതിജീവന സാധ്യതകളെക്കുറിച്ച് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തയും മനോഭാവവും ദൃഢനിശ്ചയവുമാണ് ഇരുളടഞ്ഞ ഏതൊരു വഴിയെയും പ്രകാശമാക്കുന്നത്. നമ്മുടെ ചിന്തയും മനോഭാവവും ദൃഢനിശ്ചയവുമാണ് ഇരുളടഞ്ഞ ഏതൊരു വഴിയെയും പ്രകാശമാക്കുന്നത്. നമ്മുടെ ചിന്തയും മനോഭാവവും ദൃഢനിശ്ചയവുമാണ് ഇരുളടഞ്ഞ ഏതൊരു വഴിയെയും പ്രകാശമാക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി.